അങ്ങനെ പിറന്നാളിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു ഒറ്റ മൈൻഡിൽ ഗുരുവായൂർ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. നല്ല മഴയുണ്ട്, നല്ല മഴയത്ത് ഗുരുവായൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡിലാകെ വെള്ളമാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞങ്ങൾ ഗുരുവായൂർ എത്താൻ പോവാണ്. ഗുരുവായൂർ എത്തി ഞങ്ങൾ ഒരു ഡോർമെട്രിക്ക് വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് രാവിലെ. സോ ഗൈസ്, നമ്മളപ്പോ അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ അമ്പലനടയിലെത്തി തൊഴുതു. ഭഗവാന്റെ സന്നിധിയിൽ നിന്ന് കുറച്ചങ്ങോട്ട് മാറി ഒരു കുളം, ആ കുളത്തിൽ കണ്ടു മീനുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സമയം 6:30-6:45 അപ്പോഴാണ് യവന്മാർ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നു വന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നിട്ട് ഞങ്ങൾ പുറത്തുനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എന്നിട്ട് ഞങ്ങൾ അമ്പലനടയുടെ 4 പുറം വലം വെച്ച് സന്നിധിയൊക്കെ കണ്ട് ഇവനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇവൻ നമ്മുടെ മിഥുൻ നായർ. അപ്പോൾ അവൻ ക്യാമറമാനാണ് ഞങ്ങളുടെ. ആ ഒരു ക്യാമറ ഒരു വീഡിയോ എടുത്തിട്ട് പറഞ്ഞിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യുന്നു. പക്ഷേ തിരക്കായതുകൊണ്ട് കിട്ടില്ല. പക്ഷേ ഇപ്പോൾ കിട്ടും. പിന്നെ ഈ മനോഹരമായ കാഴ്ചകൾ ഈ ഗുരുവായൂർ മാത്രം കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഞങ്ങൾ പോയത് ഒരു പഴംപൊരി വീഡിയോ എടുക്കാൻ വേണ്ടി ശരിക്കും പോയതാണ്. പക്ഷേ മൂപ്പര് പറഞ്ഞു പഴംപൊരി വാങ്ങിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല പറഞ്ഞു. എൻ്റെ ഞങ്ങൾ ഓരോ പഴംപൊരിയൊക്കെ വാങ്ങിച്ച് വീഡിയോ ഒക്കെ എടുത്ത് പുള്ളിയോട് ടാറ്റ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. പഴംപൊരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ചൂട് പഴംപൊരി ആയിരുന്നു. പക്ഷേ പുള്ളിക്കാരൊരു ടിപ്സ് പറഞ്ഞത് എന്താ വെച്ചാൽ ചൂട് പഴംപൊരി ഒരിക്കലും കഴിക്കരുത് എന്നാണ്. ഞങ്ങൾ കഴിച്ചതിന് ശേഷമാണ് അയാൾ പറഞ്ഞത്. കുഴപ്പമില്ല. പിന്നെ അമ്പലത്തിൽ വന്നിട്ട് ഒരു ലോട്ടറിയൊക്കെ കണ്ടിട്ട് ലോട്ടറിയൊക്കെ എടുക്കാൻ വേണ്ടി നിന്നു. പക്ഷേ കാര്യമില്ല. ഇവന്റെ അടുത്ത് അവന്റെ മൊത്ത് നോക്കിയാൻ പറയാം. 78,000 രൂപയ്ക്ക് ലോട്ടറി എടുത്തു, 10,000 രൂപ ലോട്ടറി അടിച്ചു. അപ്പൊ ബാക്കി പൈസ ഇവൻ എപ്പം തരും? മേടിക്കണ കൈയോടെ മേടിക്കണം, കുത്തിരി പിടിക്കണവരെ. അതുപോലെ വേറൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെ ആർമി ചേട്ടന്റെ പിറന്നാളാണ്. അവിടെ നമ്മുടെ ആളെ പിറന്നാൾ കുട്ടിയാണ്. അങ്ങനെ പിന്നെ നമ്മുടെ ഡ്രൈവർ ഏട്ടൻ ശ്രീ അപ്പുണ്ണയർ. ഹലോ ഹലോ. അങ്ങനെ എല്ലാരും ഉണ്ട്. സഞ്ജു മുഖ്യാതിഥി സ്റ്റേജിൽ ഇരിക്കുന്ന വിശിഷ്ടാതിഥികൾ ഞങ്ങളുടെ വലിയേട്ട സനു. ജഡ്ജസ് പ്ലീസ് നോട്ട്. അപ്പൊ അങ്ങനെ ഗൈസ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, പോയിട്ട് വരാം. ഓക്കെ, അടുത്ത് നമ്മൾ പോകുന്നത് തൂമാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് വടക്കാഞ്ചേരി ഭാഗത്തായിട്ടാണ്. ഞങ്ങൾ അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. ഇത് അതിൻ്റെ അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു ഡാമാണ്. ഡാമിൻ്റെ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു തൂക്കുപാലൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ തൂക്കുപാലം. വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ.
പറഞ്ഞേ. അപ്പൊ നമ്മള് എല്ലാം കഴിഞ്ഞു. നമ്മള് മറ്റേ ജിനുവിന്റെ പിറന്നാളിന്റെ കേക്ക് മുറിക്കാൻ പോവാണ്. ഓക്കെ. അപ്പൊ ഗൈസ് നമ്മളപ്പോ കേക്ക്, ചെറിയൊരു കേക്ക് നമ്മുടെ കൃഷ്ണന്റെ കടയിൽ നിന്ന് നമ്മള് കേക്ക് മേടിച്ചത്. എന്താണ് അതിന്റെ കേക്ക്? ഹാപ്പി ബർത്ത്ഡേ പട്ടാളം. അപ്പൊ നമ്മള് ചെറിയൊരു പിള്ളേര് എല്ലാരും കൂടെ. അപ്പൊ എന്നാ നോക്കല്ലേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. പറയാനുള്ളത് പറയാം. എല്ലാവർക്കും വളരെ ഒരു കൈയടി. സൂപ്പർ. ഇങ്ങനത്തെ ഒരു ബർത്ത്ഡേ നമ്മള് ഇതുവരെ ലൈഫിൽ കണ്ടിട്ടില്ല. ഇത് വളരെ വളരെ അധികം നന്ദിയുണ്ട്. അപ്പൊ നമുക്ക് കേക്ക് കാട്ടി. എല്ലാരും കഴിക്കുക. ഞങ്ങൾ അവിടെ നിന്ന് ചെറിയ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച് കേക്കൊക്കെ മുറിച്ച് ആ കേക്ക് വൈറ്റ് ഫോറസ്റ്റ് നമ്മൾ വാങ്ങിച്ചേക്കണ്. ഓ കലക്കിയത് കലക്കി. എല്ലാരും ഓരോ കഷ്ണം കൊടുക്ക കേട്ടോ നമ്മുടെ പൊന്നുവിന്. എല്ലാരും ഓരോ കഷ്ണം കൊടുക്ക പൊന്നുവിന്. ക്യാമറമാന്റെ കഷ്ണം വരുന്നുണ്ട്. ക്യാമറമാന് കഷ്ണപ്പത് എന്താ അറിയോ, ആകെ പൊട്ടു കഷ്ണത്തിന്റെ കേസില്. അയ്യോ കഷ്ണം പോയി. ഓക്കെ റെഡി. ലേശം കഴിച്ചോളൂ. എന്തായാലും ആയില്ലേ. നമ്മളെല്ലാരും കൂടി ഒരു വഴിക്ക് പോവുക. ലേശം കഴിക്കും പറഞ്ഞ പൊന്നിച്ച് ലേശം കഴിക്കും. എന്താ അത് ആന ലക്കിടിന്നില്ലേ കേക്ക് പടച്ചു പോണ്ട്. കുഴപ്പമില്ല. എങ്ങനെയുണ്ട്? ഓ സൂപ്പർ. എങ്ങനെയുണ്ട് സഞ്ജു? രണ്ട് വാക്ക് കൂടി. പോട്ടെ നമ്മുടെ ജിനുവിന്റെ പിറന്നാളായിട്ട് നമ്മള് ഗുരുവായൂർ ദർശനത്തിന് പോയി. നല്ല അടിപൊളി ദർശനം കിട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏതാ വാഴാണി തൂമാന വള്ളച്ചാട്ടിൽ പോയി. നല്ല അടിപൊളി വ്യൂ. നന്നായി അടിച്ചു പൊളിച്ച് നമ്മൾ നല്ലൊരു ബിരിയാണി കഴിച്ചു. ബിരിയാണി കഴിച്ച് നേരെ വന്ന് നമ്മളതൊരു കേക്ക് മുറിച്ചില്ല. കേക്ക് എവിടെ? കേക്കിന് മുക്കാഭാഗം പോയി കണ്ട. കേക്ക് മുറിച്ച് നമ്മൾ അടിച്ചു പൊളിച്ചിരിക്കുന്നു. ഓക്കെ. അപ്പൊ ഈ പിറന്നാള് ജിനോട്ടിന് എങ്ങനെ കൊണ്ടു? അതാണ് ഈ പിറന്നാള് എനിക്ക് ഏറ്റവും കൊണ്ടുണ്ടോ അല്ലെ? അതെ, അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഇങ്ങനത്തെ ഒരു പിറന്നാൾ ഞാൻ ഇതുവരെ എന്റെ ലൈഫിൽ ഞാൻ ആഘോഷിച്ചിട്ടില്ല. അതിന് എല്ലാവർക്കും എന്റെ വകയും നന്ദി പറയണു. കൈയടി, ഒരു ചെറിയ കൈയടി കൊടുത്ത്. പൊളി. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കടപ്പ്. അപ്പൊ ഓക്കെ ഗൈസ്, വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ റെഡി.